ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം മുതൽ ഫറവോയുടെ സ്വപ്നം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള 7 ധാന്യക്കതിറുകൾ വളർന്നു പൊങ്ങി. തുടർന്ന് 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി. നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹൻ ഫറവോയോട് പറഞ്ഞു, എൻ്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫറവോ തൻ്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചകപ്രമാണിയെയും സേനാനായകൻ്റെ വീട്ടിൽ തടവിലിട്ടു. ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു. വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവുണ്ടായിരുന്നു. സേനാനായകൻ്റെ വേലക്കാരനായിരുന്നു അവൻ. ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു. ഇരുവർക്കും അവനവൻ്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത്. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു. പാചകപ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി ഫറവോയുടെ മുൻപിൽ ഹാജരായി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അതെൻ്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്. ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത അഴകുള്ള 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്നു പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പുറകെ മെലിഞ്ഞു വിരൂപമായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ചു വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള 7 കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു. എന്നാൽ അവർ അത് വ്യാഖ്യാനിച്ചു തരുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷമാണ്. 7 നല്ല കതിരുകളും 7 വർഷം തന്നെ. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരേണ്ട പതിര് നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിൻ്റെ 7 വർഷമാണ്. ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നു. എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിൻ്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങളുണ്ടാകും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും. ക്ഷാമം നാടിനെ കാർന്നു തിന്നും. പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിൻ്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല. കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും. സ്വപ്നം ആവർത്തിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ്. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ
ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിൻ്റെ മുഴുവൻ അധിപതിയായി നിയമിക്കണം. ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ചു. സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും വിളവിൻ്റെ 1/5 ശേഖരിക്കണം. വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവോയുടെ അധികാരത്തിന് കീഴിൽ നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. ഈജിപ്തിൽ 7 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ജോസഫ് ഈജിപ്തിൻ്റെ അധിപൻ. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവൻ്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിനും മേലാളായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രം മൂരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു. അവൻ തൻ്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവനു മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്ത് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്. നിൻ്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കൈയോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിനെ സഫ്നത്ത്ഫാനായി എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. ഫറവോയുടെ മുൻപിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സുഭിക്ഷത്തിൻ്റെ 7 വർഷം ഭൂമി സമൃദ്ധമായി വിളവ് നൽകി. 7 വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യധാന്യങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു. ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതാത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു. കടൽക്കരയിലെ മണലുപോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അത് അളക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ അളവ് നിർത്തി. ക്ഷാമകാലം തുടങ്ങും മുൻപേ ഓനിൻ്റെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസനത്തിൽ അവന് 2 പുത്രന്മാർ ജനിച്ചു. എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനസ്സേ എന്ന് വിളിച്ചു. രണ്ടാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു. എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഈജിപ്തിലെ സമൃദ്ധിയുടെ 7 വർഷം അവസാനിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ ആരംഭിച്ചു. എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി. എന്നാൽ ഈജിപ്തിൽ ആഹാരമുണ്ടായിരുന്നു. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു. ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിലും നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക്. 42-ാം അധ്യായം. ഈജിപ്തിൽ ധാന്യമുണ്ടെന്നറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങളെന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത്? അവൻ തുടർന്നു, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരുവിൻ. ജോസഫിൻ്റെ 10 സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി. എന്നാൽ യാക്കോബ് ജോസഫിൻ്റെ സഹോദരനായ ബെഞ്ചമിനെ സഹോദരന്മാരുടെ കൂടെ വിട്ടില്ല. അവൻ എന്തെങ്കിലും അപകടം പിണയുമെന്ന് അവൻ ഭയപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിൻ്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു.
ജോസഫായിരുന്നു ഈജിപ്തിലെ അധികാരി. അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അവനെ നിലംപറ്റ താണു വണങ്ങി. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അപരിചിതരോടെന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവൻ ചോദിച്ചു. അവർ പറഞ്ഞു, കാനാൻ ദേശത്ത് നിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ. ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. അവരെക്കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരാണ്, നാടിൻ്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നവരാണ്. അവർ പറഞ്ഞു, അല്ല യജമാനനെ, അങ്ങയുടെ ദാസർ ധാന്യം വാങ്ങാൻ വന്നവരാണ്. ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കളാണ്. ഞങ്ങൾ സത്യസന്ധരാണ്. അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല. അവൻ പറഞ്ഞു, അല്ല, നാടിൻ്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടു മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാരാണ്, കാനാൻ ദേശത്തുള്ള ഒരുവൻ്റെ പുത്രന്മാർ. ഏറ്റവും ഇളയവൻ ഇപ്പോൾ ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ്. ഒരാൾ ജീവിച്ചിരിപ്പില്ല. ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് വാസ്തവം. നിങ്ങൾ ചാരന്മാർ തന്നെ. ഫറവോയുടെ ജീവനെ പ്രതി സത്യം, നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല. ഇതുവഴി നിങ്ങളുടെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കും. നിങ്ങളിൽ ഒരാളെ പറഞ്ഞയക്കുക. അവൻ ചെന്ന് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അതുവരെ നിങ്ങളെ ഞാൻ തടവിലിടും. അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ സത്യസന്ധരാണെന്നും തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ ഫറവോയുടെ ജീവനാണ് സത്യം, നിങ്ങൾ ചാരന്മാരാണ്. അവൻ അവരെയെല്ലാം 3 ദിവസം തടവിൽ പാർപ്പിച്ചു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ. മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ട് പോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച. അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? നിങ്ങളത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്തു നിന്ന് മാറിപ്പോയി കരഞ്ഞു. തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുക ശിമയോനെ പിടിച്ച് ബന്ധിച്ചു. അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കാനും ഓരോരുത്തൻ്റെ ചാക്കിലും അവനവൻ്റെ പണം തിരികെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് കൊടുക്കാനും അവൻ കൽപ്പിച്ചു. ഭൃത്യർ അങ്ങനെ ചെയ്തു. ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവർ യാത്ര തിരിച്ചു. വഴിയമ്പലത്തിൽ വെച്ച് കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ അവരിൽ ഒരാൾ ചാക്ക് തുറന്നപ്പോൾ താൻ കൊടുത്ത പണം ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു. അവൻ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ പണം ചാക്കിൽ തിരികെ വച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം സ്തംഭിച്ചു പോയി. പേടിച്ചു പറിച്ച് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത്? കാനാൻ ദേശത്തെ തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നടന്നതെല്ലാം അവർ അവനോട് പറഞ്ഞു. നാടിൻ്റെ അധിപൻ ഞങ്ങളോട് വളരെ പരുഷമായി സംസാരിച്ചു. നാട്ടിൽ ചാരവൃത്തിക്കെത്തിയവരായി അവൻ ഞങ്ങളെ കണക്കാക്കി. ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ സത്യസന്ധരാണ്, ചാരന്മാരല്ല. ഒരേ പിതാവിൻ്റെ പുത്രന്മാരായ 12 സഹോദരന്മാരാണ് ഞങ്ങൾ. ഒരുവൻ ജീവിച്ചിരിപ്പില്ല. ഇളയവൻ കാനാൻ ദേശത്തെ പിതാവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നാടിൻ്റെ അധിപനായ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളിൽ ഒരാളെ എൻ്റെ അടുത്ത് നിർത്തുവിൻ. മറ്റുള്ളവർ വീട്ടിലെ ക്ഷാമമകറ്റാൻ ധാന്യം വാങ്ങിക്കൊണ്ടു പോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ല, സത്യസന്ധരാണ് എന്ന് എനിക്ക് ബോധ്യമാകും. അപ്പോൾ നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം. നിങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തുകയുമാകാം.
അവർ ചാക്കഴിച്ച് ധാന്യം കുടഞ്ഞപ്പോൾ ഓരോരുത്തൻ്റെയും പണക്കിഴി അവനവൻ്റെ ചാക്കിലുണ്ടായിരുന്നു. അവരും അവരുടെ പിതാവും ഇത് കണ്ട് ഭയപ്പെട്ടു. യാക്കോബ് വിലപിച്ചു, എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി. ജോസഫ് നഷ്ടപ്പെട്ടു, ശിമയോനും പോയി. ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും. എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. റൂബൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക. അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നു കൊള്ളാം. യാക്കോബ് മറുപടി പറഞ്ഞു, എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ പോരില്ല. അവൻ്റെ സഹോദരൻ മരിച്ചുപോയി. ഇനി അവൻ മാത്രമേ ഉള്ളൂ. വഴിക്ക് വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തല നരച്ച എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടും. ബെഞ്ചമിനും ഈജിപ്തിലേക്ക്. 43-ാം അധ്യായം. നാട്ടിൽ ക്ഷാമം കൊടുമ്പിരി കൊണ്ടു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവിൻ. അപ്പോൾ യൂദാ പറഞ്ഞു, അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കുകയില്ല എന്നവൻ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരാം. അങ്ങ് അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചതെന്തിനെ? അവർ മറുപടി പറഞ്ഞു, അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു. നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ? അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ട് വരുവിൻ എന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ യൂദാ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു, ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എൻ്റെ കൂടെ അയക്കുക. ഞങ്ങൾ ഉടനെ പുറപ്പെടാം. അവൻ്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങയ്ക്ക് അവനെ ആവശ്യപ്പെടാം. അങ്ങനെ അങ്ങയുടെ മുൻപിൽ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എൻ്റെ മേലായിരിക്കട്ടെ. നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം 2-ാം പ്രാവശ്യം പോയി തിരിച്ചു വരാമായിരുന്നു. അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ പറഞ്ഞു, കൂടിയേ തീരുവെങ്കിൽ അപ്രകാരം ചെയ്യുക. നാട്ടിലെ വിശിഷ്ടോൽപ്പന്നങ്ങൾ കുറേശ്ശെ എടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക. തൈലം, തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, ബോടാനണ്ടി, ബദാം പരിപ്പ് എന്നിവയെല്ലാം. പണം ഇരട്ടി എടുത്തുകൊള്ളണം. നിങ്ങളുടെ ചാക്കുകളിൽ വെച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക. അതൊരു നോട്ടപ്പിശകായിരുന്നിരിക്കാം. നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക. സർവശക്തനായ ദൈവം അവൻ്റെ മുൻപിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ. അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ. മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയും ആവട്ടെ. സമ്മാനവും ഇരട്ടി തുകയും എടുത്ത് ബെഞ്ചമിനോടുകൂടി അവർ ഈജിപ്തിലെത്തി. ജോസഫിൻ്റെ മുമ്പിൽ ഹാജരായി. അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഒരു മൃഗത്തെ കൊന്ന് സദ്യ ഒരുക്കുക. ഇവർ ഇന്നുച്ചയ്ക്ക് എൻ്റെ കൂടെയായിരിക്കും ഭക്ഷണം കഴിക്കുക. ജോസഫ് പറഞ്ഞതുപോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി. അവർ പറഞ്ഞു, കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുതകളെ പിടിച്ചെടുക്കുകയുമാണ് അവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അവർ വീട്ടുവാതിൽക്കൽ വെച്ച് ജോസഫിൻ്റെ കാര്യസ്ഥനെ സമീപിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, യജമാനനെ, മുൻപൊരിക്കൽ ധാന്യം വാങ്ങുന്നതിനു ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. മടക്കയാത്രയിൽ വഴിയമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു. ഞങ്ങളത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട്. പണം ചാക്കിൽ തിരികെ വെച്ചത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞു, ശാന്തരായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിൻ്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകൾ നിക്ഷേപിച്ചത്. നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ്. അവൻ ശിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു.
അനന്തരം അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാൽ കഴുകി. കഴുതകൾക്കും തീറ്റ കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിന് മുൻപേ അവർ സമ്മാനം ഒരുക്കി വെച്ചു. കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ അറിഞ്ഞിരുന്നു. ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവർ അവനെ താണു വീണു വണങ്ങി. അവൻ അവരോട് കുശലം ചോദിച്ചു. നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ? നിങ്ങൾ പറഞ്ഞ ആ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ, അദ്ദേഹം ജീവനോടെയിരിക്കുന്നു. അവർ കുനിഞ്ഞവനെ വണങ്ങി. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു, തൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. തൻ്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി. കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു. അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു, ഭക്ഷണം വിളമ്പുക. അവനും അവർക്കും അവൻ്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെയാണ് വിളമ്പിയത്. കാരണം ഈജിപ്തുകാർ യഹൂദരുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല. അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പനുസരിച്ച് അവർ അവൻ്റെ മുൻപിൽ ഇരുന്നു. അവർ അമ്പരന്ന് അന്യോന്യം നോക്കി. ജോസഫ് തൻ്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു. എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് മറ്റുള്ളവരുടേതിൻ്റെ 5 ഇരട്ടിയായിരുന്നു. അവർ കുടിച്ച് അവനോടൊപ്പം ഉല്ലസിച്ചു. ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു. 44-ാം അധ്യായം. ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ച് പറഞ്ഞു, അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക. ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം. ഇളയവൻ്റെ ചാക്കിൻ്റെ മുകൾ ഭാഗത്തു ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കുക. അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു. നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി. അവർ നഗരം വിട്ട് അധികം കഴിയും മുൻപേ ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഉടനെ അവരുടെ പുറകെ എത്തുക. അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന്? ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത്? ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അവരുടെ ഒപ്പമെത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു. അവർ അവനോട് പറഞ്ഞു, യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങയുടെ ദാസന്മാർ ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ? അത് അങ്ങയുടെ ദാസരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം. ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളുമായിക്കൊള്ളാം. അവൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ ആവട്ടെ. അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എൻ്റെ അടിമയാകും. മറ്റുള്ളവർ നിരപരാധരായിരിക്കും. ഉടൻ തന്നെ ഓരോരുത്തരും താങ്കളുടെ ചാക്ക് താഴെ ഇറക്കി കെട്ടഴിച്ചു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു. ബെഞ്ചമിൻ്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി. ഓരോരുത്തരും ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി. യൂദായും സഹോദരന്മാരും ജോസഫിൻ്റെ വീട്ടിലെത്തി. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവൻ്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ജോസഫ് അവരോട് ചോദിച്ചു, എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലൊരുവനെ ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? യൂദ അവനോട് പറഞ്ഞു, ഞങ്ങൾ എന്താണ് യജമാനനോട് പറയുക? ഞങ്ങൾ നിരപരാധരാണെന്ന് എങ്ങനെ തെളിയിക്കും? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങൾ അവിടുത്തെ അടിമകളാണ്, ഞങ്ങളും കപ്പ് കൈവശമുണ്ടായിരുന്നവനും. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. കപ്പ് കൈവശമിരുന്നവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിൻ്റെ അടുത്തേക്ക് പോകാം.
അപ്പോൾ യൂദാ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ, എൻ്റെ നേരെ അങ്ങ് കോപിക്കരുത്. അങ്ങ് ഫറവോയ്ക്ക് സമനാണല്ലോ. യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിൻ്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട്. അവൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവൻ്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങയുടെ ദാസരോട് അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക, എനിക്കവനെ കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു. ബാലനു പിതാവിനെ വിട്ടു പോരാൻ വയ്യ, കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും. നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു. പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറേ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പോകാൻ വയ്യ, എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം. ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ 2 പുത്രന്മാരെ എനിക്ക് നൽകി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അവനെ വന്യമൃഗം ചീന്തിക്കിറിക്കാണും. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയും കൊണ്ടുപോയിട്ട് ഇവൻ എന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലാഴ്ത്തുകയായിരിക്കും ചെയ്യുക. അവൻ്റെ ജീവൻ ബാലൻ്റെ ജീവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കൊണ്ട് ഞാൻ അവനെ കൂടാതെ പിതാവിൻ്റെ അടുത്ത് ചെന്നാൽ ബാലനില്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും. വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിലാഴ്ത്തുകയായിരിക്കും ചെയ്യുക. കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെക്കുറിച്ചും പിതാവിൻ്റെ മുൻപിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ബാലന് പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ. അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും? അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും? ജോസഫ് തന്നെ വെളിപ്പെടുത്തുന്നു. 45-ാം അധ്യായം. തൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകെ സ്തംഭിച്ചുപോയി. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത്. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ടയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിനു നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. നിങ്ങൾ തിടുക്കത്തിൽ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക, ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു. എൻ്റെ അടുത്ത് വരണം, ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു. അങ്ങയ്ക്ക് ഗോഷനിൽ പാർക്കാം. അങ്ങ് എൻ്റെ അടുത്തായിരിക്കും. അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങയ്ക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം. ക്ഷാമം 5 കൊല്ലം കൂടി നീണ്ടു നിൽക്കും. അങ്ങും കുടുംബവും അങ്ങയ്ക്കുള്ളവരും പട്ടിണിയിലകപ്പെടാതിരിക്കും. ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ.
ഈജിപ്തിലെ എൻ്റെ പ്രതാപത്തെപ്പറ്റിയും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക. വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക. ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെഞ്ചമിനും അവൻ്റെ തോളിൽ തല ചായ്ച്ച് കരഞ്ഞു. അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. അപ്പോൾ അവർ അവനോട് സംസാരിച്ചു. ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫറവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറവോയും ദാസന്മാരും സന്തോഷിച്ചു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക. മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാൻ ദേശത്ത് ചെന്ന് പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എൻ്റെ അടുത്ത് വരിക. ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം. മണ്ണിൻ്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. അവരോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോവുക. നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങളുടെ വസ്തുവകകളെപ്പറ്റി ഉത്കണ്ഠ വേണ്ട. ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും. ഇസ്രായേലിൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു. ഫറവോയുടെ കൽപ്പനയനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകകളും കൊടുത്തു. അവൻ അവർക്ക് ഓരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി. ബെഞ്ചമിനാകട്ടെ 300 വെള്ളി നാണയവും 5 വസ്ത്രവും കൊടുത്തു. അവൻ 10 കഴുതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും 10 പെൺകഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട വകകളും തൻ്റെ പിതാവിന് കൊടുത്തയച്ചു. അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി. അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, വഴിക്ക് വെച്ച് ശണ്ട കൂടരുതേ. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് അവർ കാനാൻ ദേശത്തെ തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി. അവർ അവനോട് പറഞ്ഞു, ജോസഫ് ജീവിച്ചിരിക്കുന്നു. അവൻ ഈജിപ്ത് മുഴുവൻ്റെയും ഭരണാധികാരിയാണ്. അവൻ സ്തബ്ധനായിപ്പോയി. അവൻ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന് ഉന്മേഷം വീണ്ടും കിട്ടി. അവൻ പറഞ്ഞു, എനിക്ക് തൃപ്തിയായി. എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്. മരിക്കും മുൻപ് ഞാൻ പോയി അവനെ കാണും. യാക്കോബ് ഈജിപ്തിൽ. 46-ാം അധ്യായം. തൻ്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു. ബർഷേബയിലെത്തിയപ്പോൾ അവൻ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു. രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. യാക്കോബേ, യാക്കോബേ. അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിൻ്റെ പിതാവിൻ്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. യാക്കോബ് ബർഷേബയിൽ നിന്ന് യാത്രയായി. ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിൻ്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി. യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി. പുത്രന്മാരെയും അവരുടെ പുത്രന്മാരുടെ പുത്രിമാരെയും തൻ്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേര് വിവരം. യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ഷിമയോൻ്റെ പുത്രന്മാർ യെമുവേൽ, യാമിൻ, ഓഹദ്, യാക്കിൻ, സോഹാർ. കനാന്യ സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കോഹത്ത്, മൊറാറി. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലാഹ്, പെരസ്, സോഹ്. ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു. പെരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമുൽ. ഇസക്കറിൻ്റെ പുത്രന്മാർ തോല, ഫുവ, യോബ്, ഷിംറോൻ. സെബുലൂണിൻ്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, യഹ്ലീൽ. പാദാനാരാമിൽ വെച്ച് യാക്കോബിനു ലേയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ. അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു.
അവൻ്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം 33 ഗാദിൻ്റെ പുത്രന്മാർ സിഫിയോൻ, ഹഗ്ഗി, ശൂനി, എസ്ബോൻ, ഏരി, ആരോദി, ആരേലി. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബറിയ, അവരുടെ സഹോദരി സേറഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ലാബാൻ തൻ്റെ മക്കളായ ലെയായ്ക്ക് പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണിവർ. യാക്കോബിന് സിൽഫായിൽ 16 മക്കളുണ്ടായി. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ മക്കൾ ജോസഫ്, ബെഞ്ചമിൻ. ജോസഫിന് ഈജിപ്തിൽ വച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസയും എഫ്രായിമും ജനിച്ചു. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബെക്കർ, അഷ്ബേൽ, ഗേര, നാമാൻ, ഹെഹിറോഷ്, മുപ്പീം, ഹുപ്പീം, ആരദ്. യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ 14 പേര്. ദാനിൻ്റെ പുത്രൻ ഹൂഷിം. നഫ്താലിയുടെ പുത്രന്മാർ യക്സേൽ, ഗുനി, യേസർ, ഷില്ലം. ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ 7 പേർ. പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവൻ്റെ സന്താനങ്ങൾ 66 പേരാണ്. ഈജിപ്തിൽ വെച്ച് ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബക്കാർ ആകെ 70 പേരാണ്. ഗോഷെനിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിൻ്റെ അടുത്തേക്ക് യൂദായെ മുൻകൂട്ടി അയച്ചു. അവൻ ഗോഷെനിൽ എത്തിച്ചേർന്നു. ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷെനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ചു ദീർഘനേരം കരഞ്ഞു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ, എന്തെന്നാൽ ഞാൻ നിൻ്റെ മുഖം കാണുകയും നീ ജീവനോട് ഇരിക്കുന്നു എന്നറിയുകയും ചെയ്തിരിക്കുന്നു. ജോസഫ് തൻ്റെ സഹോദരന്മാരോടും പിതൃകുടുംബത്തോടുമായി പറഞ്ഞു, ഞാൻ പോയി ഫറവയോട് പറയട്ടെ, കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബവും മുഴുവനും എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അവർ ഇടയന്മാരാണ്, കാലി മേയ്ക്കലാണ് ഇവരുടെ തൊഴിൽ. ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫറവോ നിങ്ങളെ വിളിച്ചു നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നുവരെയും കാലി മേയ്ക്കുന്നവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ ഗോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാൻ നോക്കൂ, കാരണം ഇടയന്മാരുടെ ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്. യാക്കോബ് ഗോഷെനിൽ. ജോസഫ് ഫറവോയുടെ അടുത്ത് ചെന്നു പറഞ്ഞു, കാനാൻ ദേശത്ത് നിന്ന് എൻ്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട്. അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരിപ്പോൾ ഗോഷൻ ദേശത്താണ്. തൻ്റെ സഹോദരന്മാരിൽ 5 പേരെ അവൻ ഫറവോയുടെ മുൻപിൽ ചെന്നു. അവൻ്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു, നിങ്ങളുടെ തൊഴിൽ എന്താണ്? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ ഇടയന്മാരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു. അവർ തുടർന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലുകൾക്ക് അവിടെ തീറ്റയില്ല. ദയചെയ്ത് ഗോഷൻ ദേശത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ പിതാവും സഹോദരന്മാരും നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഈജിപ്ത് ദേശം മുഴുവനും നിനക്കധീനമാണെന്ന് ആണ്. ഈജിപ്ത് ദേശം മുഴുവനും നിനക്കധീനമാണ്. ഈജിപ്ത് ദേശം മുഴുവൻ ആണ്. നാട്ടിൽ ഏറ്റവും നല്ല സ്ഥലത്ത് നിൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോഷൻ ദേശത്ത് താമസിക്കട്ടെ. അവരിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എൻ്റെ കാലികളെ അവരെ ഫരമേൽപ്പിക്കുക. അതിനുശേഷം ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു. യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു.
നിങ്ങൾക്ക് വയസ്സെത്രയായി? ഫറവോ ചോദിച്ചു. എൻ്റെ ദേശാന്തരവാസകാലം 130 വർഷമായിരിക്കുന്നു. അത് ഹസ്രവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തോളം ആയിട്ടില്ല. അതെ. ഫറവോയെ അനുഗ്രഹിച്ചതിന് ശേഷം യാക്കോബ് അവൻ്റെ അടുത്ത് നിന്ന് പോയി. ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി. അവരെ അവിടെ പാർപ്പിച്ചു. നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റംസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത്. ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിൻ്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു. ക്ഷാമം രൂക്ഷമാകുന്നു. ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു. ക്ഷാമം അത്ര രൂക്ഷമായി. ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു. ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിൻ്റെ വിലയായി ജോസഫ് ശേഖരിച്ചു. അത് ഫറവോയുടെ ഭവനത്തിലെത്തിച്ചു. ഈജിപ്തിലും കനാനിലുമുള്ള പണമൊക്കെയും തീർന്നപ്പോൾ ഈജിപ്തുകാർ ജോസഫിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം തരിക. അങ്ങയുടെ മുൻപിൽ കിടന്ന് ഞങ്ങൾ മരിക്കാനിടയാക്കരുത്. ഞങ്ങളുടെ പണമെല്ലാം തീർന്നുപോയി. ജോസഫ് പറഞ്ഞു, പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരുക. കാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം. തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു. അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് 1 വർഷത്തേക്ക് ആഹാരം നൽകി. അടുത്ത വർഷം അവർ ജോസഫിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പണം തീർന്നു, കാര്യം യജമാനൻ ഞങ്ങൾ ഒളിച്ചു വയ്ക്കുന്നില്ല. ഞങ്ങളുടെ കന്നുകാലികളും അങ്ങയുടേതായി. ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും ബാക്കിയില്ലെന്ന് അങ്ങയ്ക്ക് കാണാമല്ലോ. ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുൻപിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരിക. ഞങ്ങളും നിലവും ഫറവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം. ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും നിലം ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക. അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ നിലം വിറ്റു. അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി. ഈജിപ്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ജോസഫ് ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെയും നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു. ഇതാ വിത്ത്, കൊണ്ടുപോയി വിതച്ചുകൊള്ളുവിൻ. കൊയ്യുമ്പോൾ 5-1 ഫറവോയ്ക്ക് കൊടുക്കണം. 5-4 നിങ്ങളുടേതായിരിക്കും. വിത്തിനായും നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അതെടുത്തുകൊള്ളുക. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. യജമാനന് ഞങ്ങളിൽ കൃപയുണ്ടാകണം. ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് 5-1 ഫറവോയ്ക്കെന്നൊരു നിയമമുണ്ടാക്കി. അത് ഇന്നും നിലനിൽക്കുന്നു. പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോയുടേതായില്ല. യാക്കോബിൻ്റെ അന്ത്യാഭിലാഷം. ഇസ്രായേൽ ഈജിപ്തിലെ ഗോഷാൻ ദേശത്ത് പാർത്തു. അവർക്ക് അവിടെ ധാരാളം സ്വത്തുണ്ടായി. അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി. യാക്കോബ് ഈജിപ്തിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിൻ്റെ ആയുഷ്കാലം 147 വർഷമായിരുന്നു. മരണസമയം അടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എൻ്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് സത്യം ചെയ്യുക. എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. എനിക്ക് എൻ്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക. ജോസഫ് സമ്മതിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എന്നോട് സത്യം ചെയ്യുക, അവൻ ആവശ്യപ്പെട്ടു. ജോസഫ് സത്യം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശിരസ് നമിച്ചു. എഫ്രായിമിനെയും മനാസയെയും അനുഗ്രഹിക്കുന്നു. 48-ാം അധ്യായം. പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രായിമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു. അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് അരുളിച്ചത്, ഞാൻ നിന്നെ സന്താന സമൃദ്ധി ഉള്ളവനാക്കി നിൻ്റെ സംഖ്യ വർദ്ധിപ്പിക്കും. നിന്നിൽ നിന്ന് ഞാൻ
സന്തതികളെ പുറപ്പെടുവിക്കും. നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യ അവകാശമായി നൽകും. ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുൻപേ ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസയും എൻ്റേതാണ്. റൂബനും ശിമയോനും എന്ന പോലെ അവരെൻ്റേതായിരിക്കും. അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിൻ്റേതായിരിക്കും. അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ഞാൻ പാദാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു. എഫ്രാത്തായിലെത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി. ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു. ജോസഫ് പറഞ്ഞു, ഇവർ എൻ്റെ മക്കളാണ്, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ. അവൻ പറഞ്ഞു, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ജോസഫ് അവരെ അവൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് കുട്ടികളെ അവൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലം പറ്റെ കുനിഞ്ഞു നമസ്കരിച്ചു. ജോസഫ് എഫ്രായിമിനെ തൻ്റെ വലതുവശത്ത് കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ ഇടത്ത് കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലത് കൈക്ക് നേരെയും നിർത്തി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രായിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലും ആണ് വെച്ചത്. മനാസയായിരുന്നുവല്ലോ കടിഞ്ഞൂൽ പുത്രൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായ അബ്രാഹാവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം, ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം, എല്ലാ തിന്മകളിലും നിന്ന് എന്നെ കാത്തുപോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ. അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ. തൻ്റെ പിതാവ് വലങ്കൈ എഫ്രായിമിൻ്റെ തലയിൽ വെച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല. എഫ്രായിമിൻ്റെ തലയിൽ നിന്നും മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിൻ്റെ കൈക്ക് പിടിച്ചു. ജോസഫ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങനെയല്ല, ഇവനാണ് മൂത്ത മകൻ, വലങ്കൈ ഇവൻ്റെ തലയിൽ വയ്ക്കുക. അവൻ വഴങ്ങിയില്ല. അവൻ പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം. അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും, അവനും വലിയവനാകും. എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും. അവൻ്റെ സന്തതികളോ അനവധി ജനതകളും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രായിമിനെയും മനാസയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക. അവൻ എഫ്രായിമിനെ മനാസയ്ക്ക് മുൻപനാക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഇതാ മരിക്കാറായി. ദൈവം നിൻ്റെ കൂടെയുണ്ടാവും. നിൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. നിൻ്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമ്മോര്യരുടെ കയ്യിൽ നിന്നും ഞാൻ പിടിച്ചടക്കിയ ഷെക്കം നിനക്ക് തന്നിരിക്കുന്നു. യാക്കോബിൻ്റെ അനുഗ്രഹം. 49-ാം അധ്യായം. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചുകൂടുവിൻ. ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. റൂബൻ, നീ എൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യഫലവും. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ. വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല. എന്തെന്നാൽ നീ പിതാവിൻ്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി. എൻ്റെ ശയ്യയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ. ശിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ
തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു. ക്രൂരതയിൽ അവർ കാളകളുടെ കൊതിഞരമ്പ് വെട്ടി. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദയായെ വിട്ടു പോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. സെബുലൂണാകട്ടെ കടൽ തീരത്ത് വസിക്കും. അവൻ കപ്പലുകൾക്ക് അഭയകേന്ദ്രമായിരിക്കും. സീദോനായിരിക്കും അവൻ്റെ അതിർത്തി. ഇസ്സാക്കർ ഒരു കരുത്തറ്റ കഴുതയാണ്. അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു. വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു. അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കുനിച്ചു കൊടുത്തു. കൂലിവേല ചെയ്യുന്ന ഒരു ദാസനായിത്തീർന്നു. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളിലെ പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും. ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും. അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും. കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു. ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും, എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചോടിക്കും. ആഷേറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും. അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. സ്വച്ഛന്നം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി. അവൻ മൃദുലവാക്കുകൾ പൊഴിക്കുന്നു. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവനു നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരിൽ നിന്നും വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ആർത്തിയുള്ള ഒരു ചെന്നായാണ് ബെഞ്ചമിൻ. അവൻ രാവിലെ ഇര വിഴങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഇവരാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത്. അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത്. യാക്കോബിൻ്റെ മരണം. യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി. ഹിത്യനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രയ്ക്ക് കിഴക്കേ കാനാൻ ദേശത്തുള്ള മക്പെലായിലെ വയലിലാണ് ആ ഗുഹ. ശമാശന ഭൂമിയ്ക്കു വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. യാക്കോബിനെ സംസ്കരിക്കുന്നു. 50-ാം അധ്യായം. ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് കമിഴ്ന്നു വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു. അവൻ തൻ്റെ ദാസന്മാരായ
വൈദ്യന്മാരോട് പിതാവിൻ്റെ ശരീരത്തിൽ പരിമളദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു 40 ദിവസമെടുത്തു. കാരണം പരിമളദ്രവ്യം പൂശിത്തീരാൻ അത്രയും ദിവസം വേണം. ഈജിപ്തുകാർ 70 ദിവസം അവനെ ഓർത്ത് വിലപിച്ചു. അവനു വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവയോട് വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയചെയ്ത് ഫറവയോട് ഇങ്ങനെ ഉണർത്തിക്കുക, എൻ്റെ പിതാവ് എന്നെക്കൊണ്ടൊരു പ്രതിജ്ഞ ചെയ്യിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മരിക്കാറായി. കാനാൻ ദേശത്തെ എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഫറവോ പറഞ്ഞു, നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് അവനെ സംസ്കരിക്കുക. ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി. ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. ജോസഫിൻ്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിൻ്റെ കുടുംബവും അവൻ്റെ കൂടെയുണ്ടായിരുന്നു. കുട്ടികളും ആടുമാടുകളും മാത്രമേ ഗോഷൻ ദേശത്ത് ശേഷിച്ചുള്ളൂ. രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു. അത് വലിയൊരു സംഘമായിരുന്നു. ജോർദാൻ അക്കരെയുള്ള അത്താദിലെ മെതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു. അവൻ 7 ദിവസം പിതാവിനെ ഓർത്ത് വിലപിച്ചു. അന്നാട്ടുകാരായ കനാന്യർ അത്താദിൻ്റെ മെതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ, ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന് പേരുണ്ടായി. അത് ജോർദാൻ അക്കരെയാണ്. അങ്ങനെ യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവൻ്റെ മക്കൾ പ്രവർത്തിച്ചു. അവർ അവനെ കാനാൻ ദേശത്ത് കൊണ്ടുപോയി. മാമ്രയ്ക്ക് കിഴക്ക് മക്പെലായിലുള്ള വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു. അബ്രഹാം ഹിത്യനായ എഫ്രോണിൽ നിന്നു ശമാശന ഭൂമിക്ക് വേണ്ടി വയലുൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് ആ ഗുഹ. പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരുമൊത്ത് ഈജിപ്തിലേക്ക് മടങ്ങി. തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരുപക്ഷെ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവൻ്റെ മുൻപിൽ വീണു പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സ്വാന്തനപ്പെടുത്തുകയും ചെയ്തു. ജോസഫിൻ്റെ മരണം. ജോസഫും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 കൊല്ലം ജീവിച്ചു. എഫ്രായിമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു. മനാസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. നന്ദി. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ് POC ബൈബിളിൽ. ആ 50 അധ്യായം ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക. 1 മുതൽ 50 അധ്യായവുമായി കേൾക്കുക. അടുത്തത് പുറപ്പാടാണ്. പുറപ്പാടിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കും. നമുക്കൊരുമിച്ച് പുറപ്പാടിലേക്ക് പോകാം. നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.